നമസ്കാരം. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന കണ്ടുപിടുത്തമാണ് ചൈനയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ ഗർഭധാരണ റോബോട്ടിനെ വികസിപ്പിച്ചെടുക്കാൻ ചൈനീസ് ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നുവെന്ന വാർത്തയാണത്. ഇത് മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള പുതിയ സംവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഒരു കൃത്രിമ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനെ വഹിക്കാനും പ്രസവിക്കാനും രൂപകൽപ്പന ചെയ്ത ഈ ഹ്യൂമനോയിഡ് വൈദ്യശാസ്ത്രത്തിലും സമൂഹത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനയിലെ ഗ്വാങ്ഷോ ആസ്ഥാനമായുള്ള കൈവ ടെക്നോളജിയുടെ സ്ഥാപകനായ ഡോക്ടർ ഷാങ് ക്വിഫെങ് ആണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അടുത്ത വർഷം ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ റോബോട്ട് വെറുമൊരു ഇൻക്യുബേറ്റർ അല്ല, മറിച്ച് ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള മുഴുവൻ പ്രക്രിയയും കൃത്രിമമായി നടപ്പിലാക്കാൻ ശേഷിയുള്ള ഒരു യന്ത്ര മനുഷ്യനാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെയാണോ പ്രസവിക്കുന്നത് അതിൻ്റെ തുടക്കം മുതൽ ഉടക്കം വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ യന്ത്ര മനുഷ്യൻ ചെയ്യും. പോഷകങ്ങൾ കൃത്യസമയത്ത് നൽകുന്ന ഹോസ്റ്റ് സംവിധാനവും പൂർണ്ണകാല ഗർഭധാരണത്തെ അനുകരിക്കാനുള്ള കഴിവുമുണ്ട് ഇതിന്. ഈ ആശയം പൂർണ്ണമായും പുതിയതല്ല. നേരത്തെ അകാലത്തിൽ ജനിച്ച കുഞ്ഞാടുകളെ കൃത്രിമ ഗർഭപാത്രത്തിൽ, അതായത് ബയോ ബാഗിൽ ആഴ്ചകളോളം ജീവനോടെ നിലനിർത്താൻ ഗവേഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ശരീരത്തിന് പുറത്ത് പോഷക സമൃദ്ധമായ രക്തവും അമ്നിയോട്ടിക് ദ്രാവകവും നൽകി കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഈ സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ മനുഷ്യരിൽ പരീക്ഷിക്കാൻ പോകുന്നത്. വന്ധ്യത നിരക്ക് കുത്തനെ ഉയർന്ന ചൈനയെ പോലെയുള്ള ഒരു രാജ്യത്ത് പരമ്പരാഗത ചികിത്സകൾ പരാജയപ്പെടുന്നവർക്ക് ഈ സാങ്കേതിക വിദ്യ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഗർഭധാരണ റോബോട്ട് ശാസ്ത്രത്തിലൊരു കുതിച്ചുചാട്ടമാണെങ്കിലും ഇത് ഉയർത്തുന്ന ധാർമ്മിക ചോദ്യങ്ങൾ വളരെ വലുതാണ്. ഒരു കുഞ്ഞിന് മാതൃബന്ധം നിഷേധിക്കുന്നത് ക്രൂരവും പ്രകൃതി വിരുദ്ധവുമാണെന്നാണ് ഒരു സംഘം വിമർശകർ വാദിക്കുന്നത്. ഈ പ്രക്രിയയ്ക്ക് ആവശ്യമായ അണ്ടങ്ങൾ എങ്ങനെ ലഭിക്കുമെന്നതും ഒരു പ്രധാന ചോദ്യമാണ്. റാഡിക്കൽ ഫെമിനിസ്റ്റ് എഴുത്തുകാരിയായ ആൻഡ്രിയ ഡ്വർക്കിൻ ഈ സാങ്കേതിക വിദ്യ സ്ത്രീകളുടെ അന്ത്യം ആയിരിക്കുമെന്ന് മുൻപ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. കൃത്രിമ ഗർഭപാത്രം പൂർണ്ണമായാൽ പുരുഷന്മാർക്ക് സ്ത്രീകളെ ആവശ്യമില്ലാത്ത അവസ്ഥ വരുമോ എന്ന ചോദ്യവും അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ ഗർഭധാരണം ഒരു സ്വാഭാവിക പ്രക്രിയ എന്നതിൽ നിന്ന് ഒരു രോഗാവസ്ഥയായി മാത്രം കണക്കാക്കപ്പെടുമോ എന്ന ചില ഗവേഷകർ ആശങ്കപ്പെടുന്നുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും സ്വാഭാവികമായ ജൈവിക പ്രക്രിയകളിൽ ഒന്നായ പ്രത്യുൽപാദനത്തെ പൂർണ്ണമായും യന്ത്രവൽക്കരിക്കുന്നത് ഗുരുതരമായ സാമൂഹിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ പ്രക്രിയയ്ക്ക് നേട്ടങ്ങളുണ്ട് എന്നത് ശരി തന്നെയാണ്. വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികൾക്ക് ഈ സാങ്കേതിക വിദ്യ ഒരു പ്രതീക്ഷ തന്നെയാണ്. ഗണ്യമായ തുക മുടക്കി കൃത്രിമ ബീജ സങ്കലനം നടത്തിയിട്ടും പരാജയപ്പെടുന്നവർക്ക് ഈ റോബോട്ട് വാടകയ്ക്കെടുത്ത് കുഞ്ഞിനെ വളർത്തുന്നത് ഒരു പരിഹാരമാകുമെന്ന് തന്നെ ഇതിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നുണ്ട്. 1 ലക്ഷം യുവാൻ, അതായത് ഏകദേശം ഇന്ത്യൻ രൂപ 12 ലക്ഷം രൂപ വില വരുന്ന ഒരു പ്രോട്ടോടൈപ്പ് അടുത്ത വർഷം വിൽപ്പനയ്ക്ക് തയ്യാറാകുമെന്നാണ് കേൾക്കുന്നത്. എന്നിരുന്നാലും ഈ ആശങ്കകൾക്ക് ഉത്തരം കണ്ടെത്താൻ ചൈനയിലെ അധികാരികൾ ശ്രമിക്കുകയാണ്. യുവാക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ചൈനയിൽ അവർക്ക് ആശങ്കയുണ്ട് ജനസംഖ്യയിൽ കാര്യമായ മാറ്റമുണ്ടായതിൽ എന്നത് മറ്റൊരു കാര്യമാണ്. ഇന്ത്യ ഈ മേഖലയിൽ നടത്തുന്ന വളർച്ച അതും ഗുരുതരമായിട്ടാണ് ചൈന ഉറ്റുനോക്കുന്നത്. ഇതിനെല്ലാം പരിഹാരം എന്നോണമാണ് ഇവർ കൃത്രിമ ഗർഭധാരണമടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ പരീക്ഷണങ്ങളിൽ നടത്തുന്നത്. എന്നാലും ഈ സാങ്കേതിക വിദ്യയുടെ നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയും നയപരമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗർഭധാരണ റോബോട്ട് ഒരു ശാസ്ത്രീയ വിപ്ലവമായി ഒരുപക്ഷെ മാറിയേക്കാം. പക്ഷെ മനുഷ്യൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ അത് മാറ്റിവെക്കും. ശാസ്ത്രം അതിവേഗം മുന്നോട്ട് പോകുമ്പോൾ അതുണ്ടാക്കുന്ന സാമൂഹികവും സാംസ്കാരികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ചൈനയ്ക്ക് സാധിക്കുമോ എന്നും കണ്ടറിയണം.